നമസ്കാരം, ഞാൻ പരമേശ്വരൻ നമ്പൂതിരി ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം. ഈ വരുന്ന ഡിസംബർ മാസത്തിലെ ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടത്തര മകരക്കൂറുകാരുടെ ചന്ദ്രാനുള്ള ഫലത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത്. പൊതുവെ എല്ലാ വീഡിയോയിലും പറയാറുള്ളത് പോലെ തന്നെ ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവർ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുത് എന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അപേക്ഷ. അപ്പോൾ ഈ വരുന്ന ഡിസംബർ മാസത്തിൽ മകരക്കൂറുകാർക്ക് സൂര്യൻ 15-ാം തീയതി വരെ 11-ലാണ്. ഏത് ഗ്രഹങ്ങൾ 11-ൽ നിന്ന് കഴിഞ്ഞാലും വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം. അത് പാപഗ്രഹങ്ങളായിക്കോട്ടെ ശുഭഗ്രഹങ്ങളായിക്കോട്ടെ. എന്തായാലും 11-ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ഫലം നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള പലവിധ വ്യാധികളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും ഒക്കെ മോചനം വന്നു ചേരുന്ന നല്ല കാലയളവിനെയാണ് സൂചിപ്പിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ ഐശ്വര്യം വന്നു ചേരുക, ധനം വന്നു ചേരുക, ശുഭകർമ്മഫലം, ഏത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും നല്ല ഫലം നമുക്ക് അനുഭവത്തിയായിട്ട് വരിക. നിങ്ങളായിക്കോട്ടെ ഞാനായിക്കോട്ടെ, നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത് നമുക്ക് നല്ല ഫലം ലഭിക്കുവാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പൊ ആ നല്ല ഫലം വന്നു ചേരുന്ന നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ സ്ഥാനാന്തരപ്രാപ്തി ഉണ്ടാവുക. സ്ഥാനാന്തരപ്രാപ്തി എന്ന് പറയുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥാനത്തേക്ക് എത്തിപ്പെടുക എന്നൊക്കെയാണല്ലോ. അത്രയൊന്നും ഇല്ലെങ്കിൽ പോലും ഇപ്പൊ നിലനിൽക്കുന്ന സ്ഥാനത്ത് നിന്ന് ഉയർച്ച ഉണ്ടാവാനായിട്ടുള്ള സൂചനയുണ്ട്. അതുകൊണ്ട് തന്നെ ജോലി സംബന്ധമായിട്ട് പ്രമോഷൻ വന്നു ചേരുന്ന ഒരു ഫലത്തെ സൂചിപ്പിക്കുന്നു. അതേപോലെ തന്നെ ജോലി ആഗ്രഹിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാലയളവിൽ പ്രത്യേകിച്ച് ശ്രമിച്ചോളൂ. അവർ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ആ ജോലി വന്നു ചേരുന്ന നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. അപ്പൊ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള പലവിധ വ്യാധികളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും ഒക്കെ മോചനം വന്നു ചേരുന്ന നല്ല ഫലത്തെയാണ് 15-ാം തീയതി വരെ 11-ൽ സൂര്യൻ നിൽക്കുമ്പോൾ സൂചിപ്പിക്കുന്നത്. 15-ാം തീയതിക്ക് ശേഷം 12-ലേക്ക് വരുമ്പോൾ അത്ര നല്ല ഫലമല്ല. നല്ല കർമ്മങ്ങൾ ഫലിക്കാതെ പോകുന്ന ഒരു ഫലത്തെ സൂചിപ്പിക്കുന്നു. 11-ൽ നിൽക്കുമ്പോൾ പറയുന്ന ഫലത്തിന്റെ ഒരു പരിധിവരെ നേരെ വിപരീതമായിട്ടുള്ള ഫലം അല്ലേ. അപ്പൊ നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ നല്ല ഫലം ലഭിക്കാത്തൊരു ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് 12-ൽ നിൽക്കുമ്പോൾ എന്ന് മനസ്സിലാക്കി 15-ാം തീയതിക്ക് ശേഷം ഈ മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് മഹാദേവനെ നല്ല രീതിയിൽ തന്നെ മനസ്സിരുത്തി പ്രാർത്ഥിക്കുക. നമ്മൾ കുടുംബത്തിരുന്ന് നാമം ജപിക്കുമ്പോൾ പഞ്ചാക്ഷരം ജപിക്കുക. അതേപോലെ തന്നെ നമ്മളുടെ സമീപ പ്രദേശത്തുള്ളതായിട്ടുള്ള ശിവക്ഷേത്ര ദർശനം ചെയ്യുക. അപ്പൊ ഈ മോശഫലത്തെ നമുക്ക് ഒരു പരിധിവരെ കുറയ്ക്കുവാനായിട്ട് സാധിക്കും. 7-ലാണ് ചൊവ്വ നിൽക്കുന്നത്. 7-ൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ടും അത്ര നല്ല ഫലമല്ല. ഭാര്യ ഭർത്തൃ കലഹം വന്നു ചേരുക. കുടുംബത്ത് കലഹം ഉണ്ടാകുന്നത് നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും എനിക്കാണെന്നുണ്ടെങ്കിലും ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ലല്ലോ. കുടുംബത്ത് കലഹം വന്നു ചേർന്നാൽ തന്നെ ഉള്ള സമാധാനവും കൂടി അങ്ങോട്ട് പോകും അല്ലേ. അപ്പോൾ ഒരു പരിധിവരെ നമ്മളുടെ വാക്കുകൾ നിമിത്തമാണ് എന്ന് മനസ്സിലാക്കി, കലഹം വന്നു ചേരുന്നത് എന്ന് മനസ്സിലാക്കി നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക. അനാവശ്യമായിട്ടുള്ള തർക്കങ്ങൾ ഒഴിവാക്കുക. ഉദരവ്യാധി വന്നു ചേരുന്ന ഒരു ഫലത്തെയും സൂചിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഉദരവ്യാധി എന്ന് പറയുന്നത് വയറ് സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾ അല്ലേ. അപ്പൊ ഈ വയറ് സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾ ഒരു പരിധിവരെ നമ്മളിലേക്ക് വരുന്നത് തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെയാണ് എന്ന് മനസ്സിലാക്കി ശുദ്ധമായിട്ടും വൃത്തിയായിട്ടുള്ള ഭക്ഷണം ശ്രദ്ധിച്ച് കഴിക്കുവാനായിട്ട് ശ്രമിക്കുക. അപ്പം ചൊവ്വയെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ആ മോശഫലങ്ങളെ ഒഴിവാക്കുവാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഭദ്രകാളി ഭഗവതിയാണ് ആരാധിക്കേണ്ടത്. 11-ലാണ് ബുധൻ നിൽക്കുന്നത്. 11-ൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് വളരെ നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. നല്ല രീതിയിൽ തന്നെ വാക് സാമർഥ്യം ഉണ്ടാവുക, ബുദ്ധി സാമർഥ്യം ഉണ്ടാവുക, ധനലാഭം ഉണ്ടാവുക, പൊതുവെ നമ്മുടെ കുടുംബത്തിൽ തന്നെ സമാധാനവും സന്തോഷവും വന്നു ചേരുക. സ്ത്രീകൾക്കാണെന്നുണ്ടെങ്കിൽ നല്ല ഭർത്താവിനോടും സന്താനങ്ങളോടും ഒക്കെ കൂടി സുഖമായിട്ട് വസിക്കുക. അതേപോലെ തന്നെ പുരുഷന്മാർക്കും നല്ല ഭാര്യയോടും സന്താനങ്ങളോടും ഒക്കെ കൂടി സുഖമായിട്ട് വസിക്കുന്ന കാലയളവിനെ സൂചിപ്പിക്കുന്നു. പ്രത്യേകിച്ചും വിദ്യാപരമായിട്ടുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് ബുധനെ കൊണ്ടായതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ഒരു പടി കൂടുതൽ നല്ല ഫലത്തെ സൂചിപ്പിക്കാം. വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ എഴുതുവാനായിട്ട് സാധിക്കുക. ഉന്നത വിജയം വന്നു ചേരുക. അതേപോലെ തന്നെ ജോലിക്കൊക്കെ വേണ്ടിയിട്ട് ഇന്റർവ്യൂവിൽ ഉദ്യോഗാർത്ഥികൾ പങ്കെടുക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ശോഭിക്കുന്ന നല്ല ഫലത്തെയാണ് 11-ൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ജോലി ആഗ്രഹിക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ ഈ കാലയളവിൽ പ്രത്യേകിച്ച് ശ്രമിക്കുക. അതേപോലെ തന്നെ മകരക്കൂറുകാർക്ക് 5-ലാണ് വ്യാഴം. 5-ൽ നിൽക്കുന്ന വ്യാഴവും വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം. 5-ൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് എല്ലാം ലാഭമാണ് പറയുന്നത്. നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ഭാഗ്യങ്ങൾ വർദ്ധിക്കുക, ധനലാഭം വന്നു ചേരുക, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഫലം. അതേപോലെ തന്നെ സന്താന ലാഭം ഉണ്ടാവുക, സന്താന ഗുണം അനുഭവിക്കാനായിട്ടുള്ള യോഗം, ഗൃഹലാഭം, ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കുക, ഇതെല്ലാം ഗംഭീരമായിട്ട് പറയുന്ന ഫലങ്ങളാണല്ലോ. അപ്പൊ ഗൃഹമില്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാലയളവിൽ പ്രത്യേകിച്ച് ശ്രമിച്ചോളൂ. അവർക്ക് സ്വന്തമായിട്ടുള്ള ഗൃഹം വന്നു ചേരും. ഭൂമി ഇല്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഈ കാലയളവിൽ ശ്രമിച്ചോളൂ. അവർക്ക് സ്വന്തമായിട്ട് ഭൂമി വാങ്ങുവാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് മറ്റൊരു കാര്യം സൂചിപ്പിക്കേണ്ടത്, ഈ 5-ൽ നിൽക്കുന്ന വ്യാഴം നല്ല ഫലത്തെയാണല്ലോ സൂചിപ്പിച്ചത്. അപ്പൊ ഈ 5-ൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ടുള്ള ഈ നല്ല ഫലങ്ങൾ നമുക്ക് ഒന്നുകൂടി വന്നു ചേരുവാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഗുരുവായൂരപ്പനെ മഹാവിഷ്ണുവിനെ നല്ല രീതിയിൽ തന്നെ മനസ്സിരുത്തി പ്രാർത്ഥിച്ചോളൂ. അപ്പൊ ഈ പറയുന്നതായിട്ടുള്ള ആ നല്ല ഫലങ്ങൾ നമുക്ക് വേഗത്തിൽ ഒരു പടി കൂടുതൽ പെട്ടെന്ന് തന്നെ നമ്മളിലേക്ക് വന്നു ചേരും. ജന്മത്തിലാണ് ശുക്രൻ. ജന്മത്തിൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് നല്ല ഫലത്തെയാണ് മകരക്കൂറുകാർക്ക് സൂചിപ്പിക്കുന്നത്. ഭാര്യ ഭർത്തൃ സംഗമം വന്നു ചേരുക.
ഭാര്യാഭർത്തൃ ബന്ധങ്ങൾ പിരിഞ്ഞു നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാലയളവിൽ പ്രത്യേകിച്ച് ശ്രമിച്ചോളൂ. അവർ വീണ്ടും ഒന്നിച്ചു ചേരുവാനായിട്ടുള്ള നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. രണ്ടിലാണ് ശനിയെന്നും രണ്ടിൽ നിൽക്കുന്ന ശനിയെ കൊണ്ട് അത്ര നല്ല ഫലത്തെയല്ല സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്ന മകരക്കൂറുകാർക്ക് തന്നെ അറിയാം. കാരണം കുറച്ചു കാലമായിട്ട് ഈ ഫലത്തെ തന്നെയായിരിക്കും നിങ്ങൾ കേട്ടിരിക്കുക. രണ്ടിൽ നിൽക്കുന്ന ശനിയെ കൊണ്ട് ധനപരമായിട്ട് അത്ര നല്ല അനുഭവത്തെ അല്ല സൂചിപ്പിക്കുന്നത്. വിചാരിക്കാതെ തന്നെ ധനത്തിന് ചെലവ് വന്നു ചേരുക. മറ്റൊരു ഫലത്തെ സൂചിപ്പിക്കുന്നത് നമുക്ക് ലൗകികങ്ങളായിട്ടുള്ള കാര്യങ്ങളിൽ വിരക്തി വന്നു ചേരുന്ന ഒരു ഫലത്തെ സൂചിപ്പിക്കുന്നു. ശനൈശ്വരായ നമഃ എന്നുള്ള നാമം ജപിക്കുക. മകരക്കൂറുകാരുടെ ഗ്രഹപീഡാദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്രദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക. നമ്മൾ അറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും നമ്മളുടെ നാമജപത്തിലൂടെ പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ കുറയ്ക്കുവാൻ മറികടക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക. ജ്യോതിഷ സംബന്ധമായ സംശയ നിവാരണങ്ങൾക്കായി നിങ്ങൾക്ക് എന്നെ 628 220 18 72 എന്ന നമ്പറിൽ വിളിക്കാം. 9497095577 എന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ട്. വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ അയച്ചു തരികയാണ് എങ്കിൽ ഗ്രഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോഴത്തെ മഹാദശയും ദശാപഹാരവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നേരിട്ട് കാണുവാനാണ് എന്നുണ്ടെങ്കിൽ ചോറ്റാനിക്കര ഭഗവതിയുടെ പടിഞ്ഞാറേ നടയിൽ ബൈപ്പാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ്. 628 220 18 72 എന്ന നമ്പറിൽ മാത്രം വിളിക്കാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം.